ഹലോ, ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പുതിയ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. RRB JEE ന്യൂ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് JEE എക്സാമിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് RRB JEE എക്സാം, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയാണ് എക്സാം പാറ്റേൺ, എങ്ങനെയാണ് ഏജ് ലിമിറ്റ് ഉണ്ടോ, ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും, എത്ര വാക്കൻസീസ് ആണ് ഇപ്പോൾ 2025 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, സാലറി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സാലറിയാണ് അല്ലെ, സാലറി ആൻഡ് ബെനിഫിറ്റ്സ് എത്രയൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ, ഡേറ്റുകൾ ഏതൊക്കെയാണ് ആസ് ഇൻ ദ കേസ് ഓഫ് RRB JEE. സോ ഓരോന്നും വളരെ 7 ടോപ്പിക്കുകൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവാണ്. സോ ഈ ഒരൊറ്റ വീഡിയോ ഒന്നും നിങ്ങൾക്ക് RRB JEE നെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ കിട്ടാനായിട്ട് പോവാനായിട്ട്. സോ ആദ്യം എന്താണ് RRB JEE എന്ന് പറഞ്ഞാൽ എന്താണ്? ദ RRB JEE എക്സാം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് നാഷണൽ ലെവൽ എക്സാം ആണ്. സ്റ്റേറ്റ് ലെവൽ എക്സാം അല്ല എന്നറിയാലോ, ഇത് കോമ്പറ്റേറ്റീവ് നാഷണൽ ലെവൽ എക്സാം ആണ്. അത് കണ്ടക്ട് ചെയ്യുന്നത് RRB എന്ന് പറയുന്നത് എന്താണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ്. RRBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ എനിക്ക് അറിയാലോ മിസ് ചെയ്യുന്ന ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എന്നാൽ ഇത് അറിയാത്തവരുണ്ടായിരിക്കും. അത് സ്റ്റാർട്ടിങ് ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് RRB JEE എക്സാമിനെ കുറിച്ച് ഒരു കറക്റ്റ് പിക്ചർ, ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുന്നത് RRB ആണ്, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് RRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതില് എന്താണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു റിക്രൂട്ട് കാൻഡിഡേറ്റ്സ് ഫോർ ജൂനിയർ എഞ്ചിനീയർ, അതാണ് ഈ JEE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ DMS എന്ന് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ CMA എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. DMS എന്ന് പറയുന്നത് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് ആണ് DMS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആണ് CMA. സോ ഈ മൂന്നെണ്ണമാണ് ഈ JEE എക്സാം വഴി, അതായത് ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ DMS, CMA, ഇത് മൂന്നും കൂടെ ഒരുമിച്ചായിരിക്കും വരാറ് കേട്ടോ. അപ്പൊ RRB JEE എക്സാം നാഷണൽ ലെവൽ എക്സാം ആണ്. RRB ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. JEE, DMS, CMA പോസ്റ്റുകൾക്ക് അതിൽ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് ഇത് RRB JEE എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത കാര്യം എന്താണ്, ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. ഇതിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്ത് വേണം, BE, BTech, ഡിഗ്രി, ഏതാണ് കറസ്പോണ്ടിങ് ഫീൽഡിലുള്ള BE, BTech അല്ലെങ്കിൽ ഡിഗ്രി മതിയാകും, അല്ലെങ്കിൽ ഡിപ്ലോമയും മതിയാകും. ഏത് ഇതിൽ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ഏജ് നമുക്കറിയാം, ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്, മാക്സിമം ഏജ് എന്ന് പറയുന്നത് 33 വയസ്സാണ് കേട്ടോ. ഫോർ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണ്. ഏജ് റിലാക്സേഷൻ ഫോർ റിസർവ്ഡ് കാറ്റഗറീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ലിങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതിയാകും. ഇനി അടുത്തത്, ഇതിന്റെ എക്സ്പീരിയൻസ് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട. ഓക്കെ, നോ പ്രയർ വർക്ക് എക്സ്പീരിയൻസ് ഇസ് റിക്വയർഡ് ടു അപ്ലൈ ഫോർ ദ RRB JEE പൊസിഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് മനസ്സിലായാലും, ഒരു 3 year ഡിപ്ലോമ ഇൻ റെലവന്റ് എഞ്ചിനീയറിംഗ് സ്ട്രീം, ഒരു BE, BTech, BSc ഡിഗ്രി ഇൻ കറസ്പോണ്ടിങ് ഫീൽഡ്. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്, മാക്സിമം എന്ന് പറയുന്നത് 33 വയസ്സാണ്. ഫോർ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ഏജ് റിലാക്സേഷൻ പ്രൊവൈഡഡ് ഫോർ റിസർവ്ഡ് കാറ്റഗറീസ്. എക്സ്പീരിയൻസ് എന്താണ്, നോ പ്രയർ വർക്ക് എക്സ്പീരിയൻസ് ഇസ് റിക്വയർഡ് ടു അപ്ലൈ ഫോർ ദ RRB JEE പൊസിഷൻ. ഇനി എക്സ്പീരിയൻസ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട കേട്ടോ മക്കളെ. ഓക്കെ, ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് CBT. എന്താ ഈ CBT? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കേട്ടോ. പ്രിലിംസ് ഒക്കെ പോലെ, PSC പ്രിലിംസ്, മെയിൻസ് പോലെ ഇതിലും ഉണ്ട്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് CBT ആണ്. അതൊരു 90 മിനിറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. എന്താണ്, മാത്സിൽ, റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസിലുള്ള ഒരു 90 മിനിറ്റിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും JEE എക്സാമിന് ഉണ്ടായിരിക്കുന്നത്. ഇനി CBT 2 എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അല്ലെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് വിത്ത് MCQ അല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇത് 150 ക്വസ്റ്റ്യൻസ് കവറിംഗ് ജനറൽ അവയർനെസ്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഉള്ളത്? ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പൊ ആദ്യത്തേല് മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. ഒരു 90 മിനിറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് വിത്ത് 100 ക്വസ്റ്റ്യൻസ് ഓൺ mathematics, reasoning, general awareness and general science. CBT 2 എന്ന് പറയുന്നത് 120 minutes objective type test with 150 questions covering general awareness, physics and chemistry, basics of computer and applications, basics of environment and pollution control and technical abilities are the CBT 2 വരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്താണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. CBT 2 ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. നാലാമത്തെ എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. മെഡിക്കൽ ടെസ്റ്റ് is conducted to ensure candidates meet the required health standard for the
ഇനി ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മളിപ്പോ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞില്ലേ, ജനറൽ അവയർനെസ്സിന് എത്ര മാർക്ക്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, 15 മാർക്ക് തന്നെയായിരിക്കും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിന്ന് 15 ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, എത്രയാണ്? 15 മാർക്ക് തന്നെയായിരിക്കും. ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 10 മാർക്ക് തന്നെയായിരിക്കും. ഇനി ബേസിക്സ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 10 മാർക്ക് തന്നെയായിരിക്കും. ഈ ടെക്നിക്കൽ എബിലിറ്റി ആ ബ്രാഞ്ച് സ്പെസിഫിക് ആണ്, ഏത് ബ്രാഞ്ച് ആണോ ആ സ്പെസിഫിക് ബ്രാഞ്ചിന്റെ ബേസിസിലായിരിക്കും 100 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 100 മാർക്ക്. അപ്പൊ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 150 ക്വസ്റ്റ്യൻസും 120 മിനിറ്റും ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ് ഇൻ ദ കേസ് ഓഫ് RRB JEE, മറക്കരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് മാർക്ക് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 സ്റ്റേജ് ആണ്. ആദ്യത്തെ എന്ന് പറയുന്നത് CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, രണ്ടാമത്തെ CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അടുത്തത് നമുക്ക് നോക്കാം. ഇനി ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്, ഇതായിരിക്കും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് RRB. The notification for the RRB JEE exam has been notifying 2570 vacancies to be filled for this year. അതായത് വേക്കൻസി അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2570 വാക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പൊതുവെ കുറവാണ്, എന്നാൽ ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം 10,000 വാക്കൻസീസ് അല്ലെങ്കിൽ എപ്പോഴും ഈ 5000 പ്ലസ് വാക്കൻസീസ് RRB JEE ഉണ്ടാവാറ്. ഇപ്രാവശ്യം 2570 വാക്കൻസീസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാൽ കൂടാൻ ഇനിയും ചാൻസ് ഉണ്ട് കേട്ടോ. The detailed RRB JEE notification PDF will be released online, including important dates and eligibility requirements for the RRB JEE 2025 exam. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. RRB JEE 2025 ആപ്ലിക്കേഷൻ ഫോം എപ്പോഴായിരിക്കും? ഒക്ടോബർ 31 വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇന്ന് ഒക്ടോബർ 31 വരുന്നുണ്ടാവാം. RRB JEE 2025 ആപ്ലിക്കേഷൻ ഫോം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 30 ശരിക്കും ഒരു മാസത്തോളം നമുക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാനും. പക്ഷെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ വേഗം പഠിച്ചു തുടങ്ങാൻ നമ്മൾ അതിന്റെ കോച്ചിങ് എല്ലാം നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മക്കളെ. ഓക്കെ, അപ്പോൾ സമയം കളയരുത്. പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ വേഗം പഠിച്ചു തുടങ്ങുക. എന്താണ് RRB JEE 2025 ആപ്ലിക്കേഷൻ ഫോം വിൽ ബി ആക്റ്റീവ് ഒക്ടോബർ 31 സ്റ്റാർട്ട് ചെയ്തു, നവംബർ 30 വരെയാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി പറയാനുള്ളത്, ഇതൊന്നും സംഭവം കണ്ടുണ്ടാവുമല്ലോ, ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2570 ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഓൾറെഡി നമ്മൾ ഇപ്പുറത്തെ സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ ഇവിടെ ഇടുന്നു എന്ന് മാത്രം. ഇതിൽ എന്താണ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് ആണ് ഇത് വന്നിരിക്കുന്നത്. അതാണ് കാറ്റഗറി നമ്പർ ആണ് 05/2025, റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പർ. നമ്മളിത് പറഞ്ഞായിരുന്നു അല്ലെ. കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസസ്മെന്റ് 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. എപ്പോഴാണ് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ? 31/10/2024, ഒക്ടോബർ 31 അല്ലെ. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ 30/11/2025, അതായത് നവംബർ 30 അല്ലെ. ഇനി നെയിം ഓഫ് ദ പോസ്റ്റ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെവൽ 6 ആണ്. സാലറി കണ്ടോ, 35,400 രൂപയാണ് സാലറി വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഏജ് 18 to 33 നമ്മളിത് പറഞ്ഞായിരുന്നു. മിനിമം ഏജ് എന്ന് പറയുന്നത് 18, മാക്സിമം 33. വാക്കൻസീസ് പറഞ്ഞിട്ടുള്ളത് 2570 വാക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അത് ഈ 2570 വാക്കൻസീസിൽ ഓരോരോ സ്ട്രീമിൽ ഓരോരോ ഫീൽഡിൽ ഏതൊക്കെ വാക്കൻസീസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കണ്ടോ 14 എണ്ണം ഉണ്ട്, ഇനിയുണ്ട്. അത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ ആണ്. ഇത്രയും ഇലക്ട്രിക്കൽ ആണ്, ഇത്രയും എഞ്ചിനീയറിംഗ് ആണ്. സബ് ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എത്ര വാക്കൻസീസ്? 14 എണ്ണമാണ് അപ്രൂവ്ഡ് വാക്കൻസീസ് എന്ന് പറയുന്നത്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എത്ര? EMU സബ് ഡിപ്പാർട്ട്മെന്റ് EMU ആണ്. അപ്രൂവ്ഡ് വാക്കൻസീസ് 77 ആണ്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസ് ആണ് സബ് ഡിപ്പാർട്ട്മെന്റ്. 112 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ജൂനിയർ എഞ്ചിനീയർ PW ആണ്, എഞ്ചിനീയറിംഗിലാണ് 425 വാക്കൻസീസ് അല്ലെ. TRD എത്രയാണ്? 95 വാക്കൻസീസ് ആണ്. TRS 117 വാക്കൻസീസ് ആണ്. വർക്ക്ഷോപ്പിൽ 29 വാക്കൻസീസ് ആണ്. ജൂനിയർ എഞ്ചിനീയർ ബ്രിഡ്ജ് എത്രയാണ്? 34 വാക്കൻസീസ് ആണ്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ
105 വേക്കൻസീസ് ആണ്. ജൂനിയർ എഞ്ചിനീയർ PUA 425 വേക്കൻസീസ് ആണ്. സിവിൽ ഡിസൈൻ എഞ്ചിനീയർ എസ്റ്റിമേഷൻ വീണ്ടും അതിൽ സബ് ഡിപ്പാർട്ട്മെന്റ് വ്യത്യാസം ഉണ്ട് അല്ലെ. PU ഇവിടെയും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആണ്. ഇതിൽ സബ് ഡിപ്പാർട്ട്മെന്റ് PU ദാറ്റ് ഈസ് 8 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ വർക്ക്സ് PU 15 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ 121 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ജൂനിയർ എഞ്ചിനീയർ വർക്ക്സ് 146 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടോ ടോട്ടൽ 2570 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വർക്ക്ഷോപ്പ് 8, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ കാരേജ് ആൻഡ് വാഗൺ എത്ര 291 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം മെക്കാനിക്കൽ ആണ് കേട്ടോ. ഏതൊക്കെ സ്ട്രീം ആണോ ആ സ്ട്രീമിന്റെ ബേസിസിലായിരിക്കും. ബാക്കി S&T ആണ് അല്ലെ. പിന്നെ സ്റ്റോഴ്സ്. അപ്പോൾ മെക്കാനിക്കൽ കരിയർ ആൻഡ് വാഗൺ CMT ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഡീസൽ ഷെഡ് പവർ PU തുടങ്ങിയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഏതാണോ അത് ഫീൽഡ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ എത്രയാണ് വന്നിട്ടുള്ളത്? 2570 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. ഷോർട്ട് നോട്ടിഫിക്കേഷൻ റിലീസ് സെപ്റ്റംബർ 29, 2025 എന്ത് ഷോർട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒക്ടോബർ 30, 2025 അത് വരാൻ പോകുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 31, 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 30, 2025 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. RRB JE. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കോച്ചിങ് ആണ് ആവശ്യമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പക്കയായിട്ടുള്ള നോട്ട്സ്, PDF, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷോർട്ട് നോട്ടിഫിക്കേഷൻ റിലീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ PDF ഒക്ടോബർ 30, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 31, ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഓൺലൈൻ നവംബർ 30. അതുപോലെ തന്നെ ഫീ പേയ്മെന്റോട് അതും നവംബർ 30 തന്നെയാണ്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ വാക്കൻസീസും എത്രയാണെന്ന് മനസ്സിലായല്ലോ. 2570 വാക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.